Dear students, today we are going to discuss about personal selling and salesmanship. ഒരു കമ്മ്യൂണിക്കേഷൻ മിക്സ് ആണ് പേഴ്സണൽ സെല്ലിംഗ്. എന്താണെന്ന് നോക്കാം. പേഴ്സണൽ സെല്ലിംഗ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ്സ് ഓഫ് പ്രൊമോഷൻ മിക്സ്. The process of selling is ensured by personal selling supported by advertisement and sales promotion. Of these three elements, personal selling occupies the predominant role mainly because of the personal element involved. എന്താണ് ഒരു അഡ്വർടൈസ്മെൻറ്റിൻ്റെയും സെയിൽസ് പ്രൊമോഷൻ്റെയും സഹായത്തോടു കൂടിയാണ് പേഴ്സണൽ സെല്ലിംഗ് നടത്തുന്നത്. പക്ഷേ പേഴ്സണൽ സെല്ലിംഗ്, അഡ്വർടൈസ്മെൻറ്റ്, സെയിൽസ് പ്രൊമോഷൻ ഇതിൽ മൂന്നിലും ഏറ്റവും ഡോമിനൻ്റ് എന്ന് പറയുന്നത് ഏതാണ്? പേഴ്സണൽ സെല്ലിംഗ് ആണ്. കാരണം അതിൽ എന്തിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്? പേഴ്സൺ, ഒരു വ്യക്തിയുടെ സാന്നിധ്യമുണ്ട്. പേഴ്സണൽ സെല്ലിംഗ് ഈസ് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ എ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ആൻഡ് വൺ ഓർ മോർ prospective buyers in an attempt to influence each other in a purchase situation. എന്താണ് ഒരു സെയിൽസ് റെപ്രസെൻറ്റേറ്റീവും ഒന്നോ അതിലധികമോ പ്രോസ്പെക്റ്റീവ് ബയേഴ്സും തമ്മിലുള്ള ഒരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അവരെ ആ ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് കോണ്ടാക്ടിങ് ദി പ്രോസ്പെക്റ്റീവ് ബയേഴ്സ് പേഴ്സണലി ആൻഡ് പെർസ്യൂഡിങ് ദം ടു ബൈ ദി പ്രോഡക്റ്റ്. ഈ കസ്റ്റമേഴ്സിനെ ഡയറക്റ്റായിട്ട് കാണുകയും ആ പ്രോഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു? പെർസ്യൂ ചെയ്യുകയും ചെയ്യുന്നു, മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇറ്റ് ഈസ് ദ ആർട്സ് ആൻഡ് സയൻസ് ഓഫ് കൺവിൻസിങ് ദ കസ്റ്റമേഴ്സ് ടു ബൈ ദ ഗീവൻ പ്രോഡക്റ്റ് ഓർ സർവീസ്. എന്താണ്? ആ കൺസ്യൂമേഴ്സിനെ ഒരു ഗീവൺ പ്രോഡക്റ്റ് വാങ്ങുന്നതിനെ കൺവീൻസ് ചെയ്യിപ്പിക്കുന്ന ആ ഒരു ആർട്ടിനെയാണ് നമ്മൾ എന്ന് പറയുന്ന പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത്. ദെൻ അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷൻ്റെ ഒരു ഡെഫിനിഷനുണ്ട്. പേഴ്സണൽ സെല്ലിംഗ് ഈസ് ദ ഓറൽ presentation in a conversation with one or more prospective purchasers for the purpose of making sales. സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷനാണ്. അതായത് ഇറ്റ് ഈസ് ദി ഓറൽ പ്രസൻറ്റേഷൻ ഇൻ എ കോൺവെർസേഷൻ. കോൺവെർസേഷനിലൂടെ ഉള്ള ഒരു ഓറൽ പ്രസൻറ്റേഷനാണ്. ആർക്കാണ് പ്രസൻറ്റ് ചെയ്യുന്നത്? പ്രോസ്പെക്റ്റീവ് ബയേഴ്സിന്. ഒന്നോ അതിലധികമോ പ്രോസ്പെക്റ്റീവ് ബയേഴ്സിനെയാണ് ഇത് പ്രസൻറ്റ് ചെയ്യുന്നത്, പ്രോഡക്റ്റ് പ്രസൻറ്റ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദി പർപ്പസ് ഓഫ് മേക്കിംഗ് സെയിൽസ്. അവരത് ആ ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട്. Then personal selling involves selling through a person-to-person communication process. Person-to-person communication പ്രോസസ്സിലൂടെ പ്രോഡക്റ്റുകൾ വിൽക്കുന്നതിനെയാണ് നമ്മൾ പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ഫീച്ചേഴ്സ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ്. ദെൻ ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ സെയിൽസ് പേഴ്സൺ ആൻഡ് എ പ്രോസ്പെക്റ്റീവ് കസ്റ്റമർ. പ്രോസ്പെക്റ്റീവ് കസ്റ്റമർ അല്ലെങ്കിൽ പ്രോസ്പെക്റ്റീവ് ബയറും അതേപോലെ തന്നെ സെയിൽസ് പേഴ്സൺ തമ്മിലുള്ള ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനാണ് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ദ സെയിൽസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് പേഴ്സണലി. പേഴ്സണലായിട്ട് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ത് ചെയ്യുന്നു? സെയിൽ ചെയ്യുന്നു. ദെൻ ഇറ്റ് ഈസ് മോസ്റ്റ് ഇഫക്റ്റീവ് ടൂൾ ഓഫ് ഇൻക്രീസിങ് ദ സെയിൽസ് കൂട്ടാൻ സഹായിക്കുന്ന ഒരു ടൂളാണ് പേഴ്സണൽ സെല്ലിംഗ്. Then the objective of personal selling is to protect and promote interest of both seller and the buyer. സെല്ലറിൻ്റെയും ബയറുടെയും ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുകയും പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ്. ഒരു സെല്ലറുടെ ഒബ്ജക്റ്റീവ് എന്താണ്? സെയിൽസ് നടത്തിയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുക. ബയറുടെ ഒബ്ജക്റ്റീവ് എന്താണ്? അവരുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സ്യൂട്ടബിളായിട്ട് പ്രോഡക്റ്റ് വാങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ രണ്ട് കൂട്ടരുടെയും ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ സഹായിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ്. ദെൻ ഇറ്റ് ഈസ് മോസ്റ്റ് ഇഫക്റ്റീവ് ഫോർ ടെക്നിക്കൽ ഗുഡ്സ്. ടെക്നിക്കൽ ഗുഡ്സിന് ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ളതാണ് പേഴ്സണൽ സെല്ലിംഗ്. ആൻഡ് ഫൈനലി ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ടൂൾ ഓഫ് മാർക്കറ്റിംഗ് മിക്സ്. മാർക്കറ്റിംഗ് മിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂളാണ് പേഴ്സണൽ സെല്ലിംഗ്. However, it is different from other elements because it's use personal form of communication. പക്ഷേ മറ്റുള്ള മിക്സിൽ നിന്നും, കമ്മ്യൂണിക്കേഷൻ മിക്സിൽ നിന്നും ഇത് ഡിഫറെൻ്റ് ആണ്. കാരണം ഇത് ഒരു പേഴ്സണൽ എലമെൻറ്റ് അല്ലെങ്കിൽ പേഴ്സണൽ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ഇതിൽ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദീസ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് പേഴ്സണൽ
selling. Then next one, difference between advertisement and personal selling. First difference is advertisement is impersonal but personal selling is personal. പറയണ്ടല്ലോ, പേഴ്സണൽ സെല്ലിങ്ങിൽ ഡയറക്റ്റ് ആയിട്ട് പേഴ്സൺ ടു പേഴ്സൺ കമ്മ്യൂണിക്കേഷനാണ്. ബട്ട് അഡ്വർടൈസ്മെൻറ്റിലോ മാഗസിനിലൂടെയോ ന്യൂസ് പേപ്പറിലൂടെയോ ആണ് ഈ പറയുന്ന കസ്റ്റമേഴ്സുമായിട്ട് എന്ത് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ, ഇൻ ദ കേസ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ് ഇറ്റ് ഈസ് ഡയറക്റ്റഡ് അറ്റ് മാസ് ഓഡിയൻസ്. അഡ്വർടൈസ്മെൻറ്റിലൂടെ ഒരു മാസ് ഓഡിയൻസിനെ, ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസിനെയാണ് എന്ത് ചെയ്യുന്നത്, ടാർഗറ്റ് ചെയ്യുന്നത്. പക്ഷേ പേഴ്സണൽ സെല്ലിങ്ങിൽ ഓരോ പേഴ്സണെ, ഓരോ ഇൻഡിവിജ്വലിനെയാണ് എന്ത് ചെയ്യുന്നത്, ഡയറക്റ്റ് ചെയ്യുന്നത്. തേർഡ് വൺ, അഡ്വർടൈസ്മെൻറ്റ് ഈസ് ലെസ് ഇഫക്റ്റീവ്. ഓൺ ദി അതർ ഹാൻഡ് പേഴ്സണൽ സെല്ലിംഗ് ഈസ് മോർ ഇഫക്റ്റീവ്. കാരണം എന്താണ്, അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അവരുടെ റെസ്പോൺസ് മനസ്സിലാക്കാൻ സാധിക്കില്ല. പക്ഷേ പേഴ്സണൽ സെല്ലിങ്ങിൽ ഈ കൺസ്യൂമേഴ്സിൻ്റെ റെസ്പോൺസ് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും, മനസ്സിലാക്കാൻ സാധിക്കും. ദെൻ അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പുൾ എഫക്റ്റാണ്. അതേസമയം പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത് ഒരു പുഷ് എഫക്റ്റാണ്. എന്താണ് പുൾ എഫക്റ്റ്, എന്താണ് പുഷ് എഫക്റ്റ് എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് പുൾ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ? പുൾ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇംപേഴ്സണൽ സെല്ലിംഗ് ആണ്. പുൾ എഫക്റ്റ് എംഫസൈസ് ഓൺ ഇംപേഴ്സണൽ സെല്ലിംഗ് and it is a strategy of using heavy advertisement and sales promotion method. But personal selling is a push effect. A push effect emphasizes on personal selling. That means the producer pushes the product through channel of distribution. അതായത് ആളുകളുടെ സഹായത്തോടു കൂടി ഈ പ്രോഡക്റ്റിനെ എന്ത് ചെയ്യുന്നു, പുഷ് ചെയ്യുന്നു. ദെൻ അഡ്വർടൈസിങ് എന്ന് പറയുന്ന ഒരു വൺ വേ കമ്മ്യൂണിക്കേഷനാണ്. നമ്മൾ ആളുകളിലേക്ക് എത്തിക്കുന്നു, തിരിച്ച് അവരുടെ റെസ്പോൺസ് എന്ത് ചെയ്യുന്നില്ല, ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. ബട്ട് പേഴ്സണൽ സെല്ലിംഗ് ഈസ് ടു വേ കമ്മ്യൂണിക്കേഷൻ. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ദെൻ സിക്സ്ത് വൺ, അഡ്വർടൈസിങ് ഈസ് ഇൻഫ്ലെക്സിബിൾ. അതായത് ചേഞ്ച് വരുത്താൻ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ഒരു ന്യൂസ് പേപ്പറിലാണെങ്കിലൊക്കെ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ചേഞ്ച് വരുത്തുക എന്നുള്ള ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. ബട്ട് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിളാണ്. അത് നമുക്ക് നമ്മുടെ സംസാര രീതി മാറ്റിക്കൊണ്ടൊക്കെ എന്ത് ചെയ്യാവുന്നതാണ്, അത് ചേഞ്ച് വരുത്താം. ദെൻ അഡ്വർടൈസ്മെൻറ്റ് എന്ന പ്രിൻറ്റഡ് സെയിൽസ്മാൻഷിപ്പാണ് അല്ലേ. ഒരു പ്രിൻറ്റഡ് ഫോമിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇത് ആളുകളിലേക്ക് എത്തിക്കുന്നത്. പേഴ്സണൽ സെല്ലിംഗ് ഓറൽ സെയിൽസ്മാൻഷിപ്പാണ്, ഓറൽ അഡ്വർടൈസിംഗ് ആണ്. അതായത് പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അഡ്വർടൈസ് ചെയ്യുന്നത്. ദീസ് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് പേഴ്സണൽ സെല്ലിംഗ്. ഓക്കെ, ദെൻ next term is salesmanship. Salesmanship is related to personal selling. പേഴ്സണൽ സെല്ലിങ്ങുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടേമാണ് സെയിൽസ്മാൻഷിപ്പ് എന്ന് പറയുന്നത്. സെയിൽസ്മാൻഷിപ്പ് ഈസ് ദി ആർട്ട് ഓഫ് ഹെൽപ്പിംഗ് ടു ബൈ ഇൻ്റലിജൻ്റ്ലി ഒരു റേഷണലായിട്ട് പ്രോഡക്റ്റ് വാങ്ങാൻ ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു ആർട്ടിനെയാണ് നമ്മൾ സെയിൽസ്മാൻഷിപ്പ് എന്ന് പറയുന്നത്. Salesmanship consists of winning the buyer's confidence for the seller's house and goods, thereby winning the regular and permanent customer. എന്താണ് സെയിൽസ്മാൻഷിപ്പ് എന്ന് പറഞ്ഞാൽ? ബയേഴ്സിൻ്റെ കോൺഫിഡൻസ് നേടിയെടുക്കുക. അതായത് സെല്ലേഴ്സിൻ്റെ പ്രോഡക്റ്റുകൾ വാങ്ങാൻ വേണ്ടിയിട്ടും അങ്ങനെ ആ ഒരു ബയറെ ഒരു റെഗുലർ ആൻഡ് പെർമനൻ്റ് കസ്റ്റമറായിട്ട് മാറ്റി തീർക്കാൻ വേണ്ടിയിട്ടും ആ ബയറുടെ കോൺഫിഡൻസ് നേടിയെടുക്കുന്ന ആ ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ സെയിൽസ്മാൻഷിപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ദ എബിലിറ്റി to persuade people to buy goods or service at a point to the seller and with benefit to the buyer. എന്താണ്, ഒരു സെല്ലർക്ക് പ്രോഫിറ്റ് കിട്ടുകയും വേണം, അതോടൊപ്പം തന്നെ ബയർക്കും ബെനിഫിറ്റ് കിട്ടണം. അങ്ങനെ ആ ഒരു ഒബ്ജക്റ്റീവോടുകൂടി ആളുകളെ, പീപ്പിളിനെ ഗുഡ്സ് വാങ്ങാൻ പെർസ്യൂ ചെയ്യുന്ന, അതിന് ആ ഒരു പെർസീവ് ചെയ്യാനുള്ള ഒരു എബിലിറ്റിയാണ് നമ്മൾ എന്ന് പറയുന്നത് സെയിൽസ്മാൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ പേഴ്സണൽ സെല്ലിങ്ങിൽ ആ ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട എബിലിറ്റിയാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്, സെയിൽസ്മാൻഷിപ്പ് എന്ന് പറയുന്നത്. ഇൻ ദ വേർഡ്സ് ഓഫ് റോബർട്ട് സ്റ്റീഫൻ, എനി വൺ ഹൂ സെൽ എ പ്രോഡക്റ്റ്, സർവീസ് ഓർ ആൻ ഐഡിയ ഈസ് എ സെയിൽസ് പേഴ്സൺ.
അല്ലേ? വിൽക്കുന്ന ആരെ വേണമെങ്കിലും നമുക്ക് സെയിൽസ് പേഴ്സൺ എന്ന് പറയാം. ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റിയാണ് സെയിൽസ്മാൻഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അപ്പോൾ സെയിൽസ്മാൻഷിപ്പ് എന്താണെന്നും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇറ്റ് ഈസ് ദി ആർട്ട് ഓഫ് ഹെൽപ്പിംഗ് ടു ബൈ ഇൻ്റലിജൻ്റ്ലി. അതേപോലെ തന്നെ അതിലൂടെ രണ്ടാളുകൾക്കും എന്ത് കിട്ടണം? ബെനിഫിറ്റ് കിട്ടണം. അത് വിൽക്കുന്ന ആൾക്കും അത് വാങ്ങുന്ന ആൾക്കും. വിൽക്കുന്ന ആൾക്ക് അതിൽ നിന്നും പ്രോഫിറ്റ് കിട്ടണം, വാങ്ങുന്ന ആൾക്ക് ആ ഒരു പ്രോഡക്റ്റിൽ നിന്നും അദ്ദേഹത്തിൻ്റെ നീഡ് എന്ത് ചെയ്യാൻ പറ്റണം? സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റണം. Then next one, advantages or importance of salesmanship. Importance of salesmanship may be classified into 3: advantages to manufacturers, advantages to consumers, and advantages to society. First one, advantages to manufacturers. Manufacturers get larger profit due to increased sales. ഈ സെയിൽസ്മാൻഷിപ്പിലൂടെ സെയിൽസ് ഇൻക്രീസ് ചെയ്യും, അതുകൊണ്ട് തന്നെ മാനുഫാക്ചർക്ക് എന്ത് കിട്ടും? ലാർജ് പ്രോഫിറ്റ് കിട്ടും. ദെൻ സെക്കൻഡ് വൺ, സെയിൽസ്മെൻ ഹാവ് ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് കൺസ്യൂമേഴ്സ് ആൻഡ് ഹെൻസ് ദേ ക്യാൻ ഹെൽപ്പ് ദ മാനുഫാക്ചേഴ്സ് ടു പ്രൊഡ്യൂസ് ഗുഡ്സ് അക്കോർഡിംഗ് ടു ദ നീഡ്സ് ഓഫ് ദി സൊസൈറ്റി. ഇവിടെ ഈ സെയിൽസ്മാനിന് കൺസ്യൂമറായിട്ട് ഡയറക്റ്റായിട്ട് എന്തുണ്ട്? കോണ്ടാക്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ നീഡ് എന്താണ്, വോൺസ് എന്താണ്, ടേസ്റ്റ്, പ്രിഫറൻസ്, അതൊക്കെ എന്ത് ചെയ്യാൻ സാധിക്കും? മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് അതിനനുസരിച്ച് പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ദേ വർക്ക് ആസ് ദി ഐസ് ആൻഡ് ഇയേഴ്സ് ഓഫ് ദി മാനുഫാക്ചേഴ്സ്. അങ്ങനെ ഈ ഒരു ടേസ്റ്റും പ്രിഫറൻസും ഒക്കെ മാനുഫാക്ചർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് അതിനനുസരിച്ച് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ സെയിൽസ്മാനിനെ മാനുഫാക്ചറുടെ ഐസ് ആൻഡ് ഇയേഴ്സ് എന്നാണ് പറയുന്നത്. ദെൻ സെയിൽസ്മാൻഷിപ്പ് ഹെൽപ്സ് ഇൻ ഡിമാൻഡ് ക്രിയേഷൻ, ദസ് പ്രൊഡക്ഷൻ ഇൻക്രീസസ്. ഇങ്ങനെ ഈ സെയിൽസ്മാൻ ആളുകളെ കൊണ്ട് ഇങ്ങനെ പെർസ്യൂ ചെയ്യിപ്പിക്കുകയാണെന്ന് പറഞ്ഞു. സെയിൽസ്മാൻഷിപ്പ് ഈസ് കൺസേൺഡ് വിത്ത് പെർസ്വേഷൻ. ഇങ്ങനെ പെർസ്യൂ ചെയ്യുമ്പോൾ തന്നെ ഡിമാൻഡ് എന്ത് ചെയ്യപ്പെടുന്നു? ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അങ്ങനെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും. ദെൻ ഇറ്റ് ഫെസിലിറ്റേറ്റ് ക്വിക്ക് സെയിൽസ്, ഹെൻസ് അക്യുമുലേഷൻ ഓഫ് സ്റ്റോക്ക് ഈസ് അവോയ്ഡഡ്. ഇങ്ങനെ ഡയറക്റ്റായിട്ട് കൺസ്യൂമേഴ്സിൻ്റെ അടുത്ത് ചെന്ന് അവരെ ഇങ്ങനെ ഇത് വാങ്ങാൻ പ്രേരിപ്പിക്കുമ്പോൾ അവിടെ ക്വിക്ക് സെയിൽസ് ആണ് നടക്കുന്നത്. അതുകൊണ്ട് ഈ ഇൻവെൻ്ററി അക്യുമുലേഷൻ ഓഫ് സ്റ്റോക്ക് എന്ന് പറയുന്നത് എന്ത് ചെയ്യാൻ സാധിക്കും? അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ലാസ്റ്റ്ലി ഇറ്റ് ബിൽഡ് ഗുഡ് വിൽ ഓഫ് ദി ഫേം. ഫേമിൻ്റെ ഗുഡ് വിൽ ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. ദീസ് ആർ ദി അഡ്വാൻറ്റേജസ് ടു manufacturers. Then next one, advantages to consumers. Salesman inform the consumers about the existence of new products. ഇപ്പോൾ ഒരു സെയിൽസ്മാൻ വരുമ്പോൾ നമ്മളോട് പറയുന്നു, നിങ്ങൾക്കറിയാത്തൊരു പുതിയ പ്രോഡക്റ്റ് ഉണ്ട്, അതിൻ്റെ ഫീച്ചേഴ്സ് ഇതൊക്കെയാണ്. അപ്പോൾ ന്യൂ പ്രോഡക്റ്റുകൾ കസ്റ്റമേഴ്സിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ ഏത് സഹായിക്കുന്നു? സെയിൽസ്മാൻഷിപ്പ് സഹായിക്കുന്നു. Then it helps the consumers in selecting the best goods suited to their taste and purpose. ഒരു വ്യക്തികളുടെ ടേസ്റ്റിനും പേർപ്പസിനൊക്കെ അനുസരിച്ചുള്ള അതിന് യോജിക്കുന്ന പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാൻ ഈ സെയിൽസ്മാൻഷിപ്പ് കൺസ്യൂമറിനെ സഹായിക്കുന്നു. ദെൻ ഇറ്റ് എഡ്യൂക്കേറ്റ്സ് ആൻഡ് ഗൈഡ്സ് ദ കൺസ്യൂമേഴ്സ് ഇൻ ദ ടാസ്ക് ഓഫ് ബൈയിങ് ടാസ്കിൽ, ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുക എന്നുള്ള ടാസ്കിൽ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാനും അവരെ ഗൈഡ് ചെയ്യാനും ആർക്ക് സാധിക്കും? ഈ പറയുന്ന സെയിൽസ്മാന് സാധിക്കും. ലാസ്റ്റ്ലി എ ട്രൂ സെയിൽസ്മാൻ ആക്ട് ആസ് എ ഫ്രണ്ട് ആൻഡ് ഗൈഡ് ഓഫ് കൺസ്യൂമർ ആൻഡ് സപ്പോർട്ടർ ആൻഡ് ആൻ എയ്ഡ് ഓഫ് ദി പ്രൊഡ്യൂസർ. ഒരു നല്ലൊരു സെയിൽസ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്യൂമറിന് ഒരു നല്ല ഫ്രണ്ടും ഗൈഡും ആയിരിക്കും. അതേപോലെ തന്നെ ഒരു പ്രൊഡ്യൂസർക്ക് ഒരു സപ്പോർട്ടറായിരിക്കും, ഒരു എയ്ഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. These are the advantages to the consumers. Then lastly, advantages to the society. Salesmanship by increasing business activity raises the employment opportunity and this increase income and welfare of the community. ഇങ്ങനെ ഒരു സെയിൽസ്മാൻഷിപ്പിലൂടെ ഒരുപാട് ആളുകൾക്ക് എന്ത് കിട്ടുന്നു? ജോലി കിട്ടുന്നു. സെയിൽസ്മാൻഷിപ്പിലൂടെ ബിസിനസ് ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. ബിസിനസ് ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ജോലി കിട്ടും. അങ്ങനെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഇൻകം ആൻഡ് വെൽഫെയർ ഇൻക്രീസ് ചെയ്യും. ദെൻ നെക്സ്റ്റ് വൺ, ത്രൂ പെർസുവേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ സെയിൽസ്മാൻഷിപ്പ് ക്രിയേറ്റ്സ് ഡിമാൻഡ് ഫോർ ലക്ഷറീസ് ആൻഡ് കംഫർട്ട്സ്
and thus it raises the standard of living of the society. ഈ സെയിൽസ്മാൻഷിപ്പിലൂടെ പെർസുവേഷൻ ആണെന്ന് പറഞ്ഞു, മോട്ടിവേറ്റ് ചെയ്യുന്നു, അതേപോലെ തന്നെ ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നു. അങ്ങനെ സെയിൽസ്മാൻഷിപ്പ് ലക്ഷറി ഐറ്റത്തിനും കംഫർട്ട്സ് ഐറ്റത്തിനൊക്കെ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നു? ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ ലക്ഷറി ഐറ്റവും കംഫർട്ട് ഐറ്റവും ഒക്കെ വാങ്ങിക്കഴിയുമ്പോൾ നമ്മുടെ ആളുകളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ആൻഡ് ഫൈനലി ഇറ്റ് ഗീവ്സ് ആൻ അട്രാക്റ്റീവ് കരിയർ ടു ലാർജ് നമ്പർ ഓഫ് അംബീഷ്യസ് യങ് മെൻ ആൻഡ് വുമൺ. ഈ ഒരു സെയിൽസ്മാൻഷിപ്പ് എന്ന് പറയുന്ന ഒരു കരിയർ ഓപ്പർച്യൂണിറ്റിയാണ്. ചെറുപ്പക്കാരായ ആളുകൾക്ക് നല്ലൊരു കരിയർ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന ഒന്നുകൂടിയാണ് സെയിൽസ്മാൻഷിപ്പ്. ഓക്കെ, ദീസ് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് സെയിൽസ്മാൻഷിപ്പ് ടു ദി സൊസൈറ്റി. ദെൻ ലാസ്റ്റ്ലി പ്രിൻസിപ്പിൾസ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ്. പേഴ്സണൽ സെല്ലിങ്ങിൽ ഫോളോ ചെയ്യേണ്ട പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പ്രൊഫഷണലിസം. Professionalism is inculcated through training and development programs. These programs help salesperson to be an order seller than being a passive order taker. The salesperson can solve the problems of the customers and also to understand the total selling solution. അതായത് ഒരു സെയിൽസ്മാന് ട്രെയിനിങ് കൊടുത്തുകൊണ്ട് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമൊക്കെ കൊടുത്തുകൊണ്ട് ഒരു പ്രൊഫഷണലാക്കി മാറ്റണം. അങ്ങനെ പ്രൊഫഷണലാക്കി മാറ്റിയാൽ മാത്രമേ ആ സെയിൽസ്മാൻ ആരായി മാറുന്നുള്ളൂ? ഒരു സെയിൽസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളായി മാറുന്നുള്ളൂ. ജസ്റ്റ് ആളുകളുടെ അടുത്ത് പോയി ഓർഡർ എടുക്കുന്നതിന് പകരം ഒരു ഓർഡർ സെല്ല് ചെയ്യുന്ന, അതായത് നമ്മുടെ പ്രോഡക്റ്റുകളുടെ സെയിൽസ് എൻഷുർ ചെയ്യുന്ന ഒരു വ്യക്തിയായി മാറണമെങ്കിൽ അദ്ദേഹത്തെ ഒരു പ്രൊഫഷണലാക്കി മാറ്റണം. Then second one, negotiation. It requires two parties to reach agreement on price and other terms of sales. A good salesman wins the order without making deep concession or allowance. A professional salesperson requires extensive training in sales and negotiation techniques. അതായത് നെഗോഷിയേറ്റ് ചെയ്യുക, അതായത് നമ്മൾ കാണുന്ന കസ്റ്റമേഴ്സുമായിട്ട് ഒരു പ്രൈസിലും അതേപോലെ അതർ ടേംസിലൊക്കെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുമ്പോഴാണ് അവിടെ ഒരു എന്ത് നടക്കുന്നത്? ഒരു നെഗോഷിയേഷൻ നടക്കുന്നു, ഒരു സെയിൽസ് നടക്കുന്നത്. ഒരു നല്ലൊരു സെയിൽസ്മാൻ ആണെങ്കിൽ ഒരുപാട് കൺസെഷനും അലവൻസും ഒന്നും കൊടുക്കാതെ തന്നെ എന്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും? സെയിൽസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനും ഒരു സെയിൽസിനെ കുറിച്ചും നെഗോഷിയേഷൻ ടെക്നിക്കിനെ കുറിച്ചൊക്കെ എന്ത് കൊടുക്കണം? ട്രെയിനിങ് കൊടുക്കണം. ദെൻ തേർഡ് വൺ, റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ്. ഇറ്റ് ഈസ് ഈസിയസ്റ്റ് to get sales from an old customer as compared to getting the same from the new customer. ഒരു പുതിയ കസ്റ്റമറിൽ നിന്നും ഓർഡർ കിട്ടുന്നതിനേക്കാൾ വളരെ എളുപ്പമാണ് ഒരു എക്സിസ്റ്റിംഗ് കസ്റ്റമറിൽ നിന്നും ന്യൂ പ്രോഡക്റ്റിന് ഓർഡർ കിട്ടുക എന്നുള്ളത്. സോ ടുഡേ കസ്റ്റമർ റീടെൻഷൻ ഹാസ് ബിക്കം മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ കസ്റ്റമർ അട്രാക്ഷൻ. പുതിയ കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുന്നതിലും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഓൾറെഡി ഉള്ള കസ്റ്റമേഴ്സിനെ റീറ്റെയിൻ ചെയ്യിക്കുക എന്നുള്ളതാണ്, നിലനിർത്തുക എന്നുള്ളതാണ്. പേഴ്സണൽ സെല്ലിംഗ് ഈസ് ദ മോസ്റ്റ് ഇഫക്റ്റീവ് മെത്തേഡ് ഓഫ് ബിൽഡിംഗ് റിലേഷൻഷിപ്പ്. അപ്പോൾ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സുമായിട്ട് ഒരു ഗുഡ് റിലേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അവരെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ? റീറ്റെയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ദെൻ ഫോർത്ത് വൺ, കമ്പനി ആൻഡ് പ്രോഡക്റ്റ് നോളേജ്. A salesperson requires extensive and up-to-date knowledge of both the company he represents and the product it offers. He first must know his company's mission and purpose, its key personnel, its policies, its operation, etc. And he must know the nature of the product, method of production, material used, etc. അതായത് കമ്പനിയെക്കുറിച്ചും പ്രോഡക്റ്റിനെ കുറിച്ചും എക്സ്റ്റെൻസീവ് ആൻഡ് അപ് ടു ഡേറ്റ് ഇൻഫോർമേഷൻ ആർക്കുണ്ടായിരിക്കണം? ഈ സെയിൽസ്മാന് ഉണ്ടായിരിക്കണം. കമ്പനി എന്താണ്, കമ്പനിയുടെ പേര്, മിഷൻ, വിഷൻ, പർപ്പസ്, കീ പേഴ്സണൽ ആരൊക്കെയാണ്, അവരുടെ പോളിസീസ് എന്തൊക്കെയാണ്, എന്താണ് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ നാച്ചർ, മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇയാൾക്ക് അറിഞ്ഞിരിക്കണം. Then fifth one, marketing and customer knowledge. The salesperson is closer to the consumer than most other personnel in the organization. He should give detailed information to the marketing department relating to competitors' activities, market trend, customer requirement, etc. നമ്മുടെ ഒരു ഓർഗനൈസേഷനിലെ മറ്റുള്ള ആളുകളെക്കാൾ കൂടുതൽ കസ്റ്റമറുമായിട്ട് ക്ലോസർ റിലേഷൻ ഉള്ളത് ആർക്കാണ്? ഈ സെയിൽസ്മാനാണ്.
അപ്പോൾ ഈ മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് എസ്പെഷ്യലി മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് കോമ്പറ്റീറ്റേഴ്സിൻ്റെ ആക്ടിവിറ്റി എന്തൊക്കെയാണ്, കസ്റ്റമറുടെ റിക്വയർമെൻറ്റ് എന്തൊക്കെയാണ്, മാർക്കറ്റ് ട്രെൻഡ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് ആരാണ്? ഈ പറയുന്ന സെയിൽസ്മാനാണ്. അപ്പോൾ സെയിൽസ്മാനിന് മാർക്കറ്റിനെ കുറിച്ചും കസ്റ്റമറെ കുറിച്ചും എന്തുണ്ടായിരിക്കണം? നോളേജ് ഉണ്ടായിരിക്കണം. ആൻഡ് ലാസ്റ്റ്ലി ടൈം മാനേജ്മെൻറ്റ് ആൻഡ് ഏരിയ മാനേജ്മെൻറ്റ്. Careful management of time and planning of calls shall generate opportunity for the salesman to make extra sales visits or gather and analyze market and customer information. അതായത് ഈ ടൈമും അതേപോലെ തന്നെ വരുന്ന കോളുകളൊക്കെ കെയർഫുള്ളായിട്ട് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ സെയിൽസ്മാൻ എക്സ്ട്രാ സെയിൽസ് ഉണ്ടാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ കറക്റ്റായിട്ടുള്ള ഇൻഫോർമേഷനൊക്കെ എന്ത് ചെയ്യാൻ സാധിക്കും? ഗ്യാദർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് ആൻഡ് ഏരിയ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെയിൽസ് പേഴ്സൺ ഷുഡ് ബി ട്രെയിൻഡ് ഇൻ ടൈം മാനേജ്മെൻറ്റ് സോ ദാറ്റ് ലെസ് ടൈം ഈസ് സ്പെൻഡ് ഫോർ ട്രാവലിംഗ് ഓർ വെയിറ്റിംഗ്. ഈ ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ചൊക്കെ ഉള്ളൊരു ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ സെയിൽസ് ക്രിയേറ്റ് ചെയ്യാൻ സെയിൽസ്മാന് സാധിക്കും. ഓക്കെ, ദീസ് ആർ ദി സർട്ടൻ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ്. ഓക്കെ, താങ്ക് യു.